ന്യൂസ് 16 കേരള. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ഇനി മുസാനിദ് പ്ലാറ്റ്ഫോം വഴി. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ഇനി മുസാനിദ് പ്ലാറ്റ്ഫോം വഴി. ഡിജിറ്റൽ വാലറ്റുകളുടെയും അംഗീകൃത ബാങ്കുകളുടെയും സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്ന പ്രക്രിയ സുതാര്യവും സുഗമമാക്കുവാൻ വേതന സംരക്ഷണ സേവനം ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. ഇതനുസരിച്ച് ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം മുസാനിദ് പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റൽ വാലറ്റുകളുടെയും അംഗീകൃത ബാങ്കുകളുടെയും ആയിരിക്കും ലഭ്യമാക്കുക. പുതിയ കരാറുകൾക്ക് കീഴിൽ വരുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് 2024 ജൂലൈ 1 മുതൽ ഈ സേവനം ബാധകമാകും. നിലവിലെ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം അനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പാക്കുക. 4-ൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള തൊഴിലുടമയ്ക്ക് 2025 ജനുവരി 1-നും 3 തൊഴിലാളികളുള്ളവർക്ക് 2025 ജൂലൈ 1-നും 2 തൊഴിലാളികൾ ഉള്ളവർക്ക് 2025 ഒക്ടോബർ 1-നും പദ്ധതി ബാധകമാകും. 2026 ജനുവരി 1-നകം എല്ലാ ഗാർഹിക ജോലിക്കാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം പറഞ്ഞു. ഗാർഹിക തൊഴിൽ മേഖല വികസിപ്പിക്കുന്നതിനും തൊഴിലുടമകളുടെയും ഗാർഹിക ജോലിക്കാരുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപ്പാക്കുന്ന സംരംഭങ്ങളുടെ തുടർച്ചയാണിത്. ശമ്പളം നൽകുന്ന പ്രക്രിയയിൽ സുതാര്യത ഉറപ്പാക്കാനും അത് സുഗമമാക്കുവാനും മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. പുതിയ സേവനം വേതനം കൈമാറുന്നതിലൂടെ സുരക്ഷയും വിശ്വസ്തയും വർദ്ധിപ്പിക്കുകയും ഇരു കക്ഷികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും മാനവവിഭവശേഷി മന്ത്രാലയം പറഞ്ഞു. 2022 ഏപ്രിൽ 1 മുതൽ ഗാർഹിക തൊഴിൽ സേവനങ്ങൾക്കായുള്ള ദേശീയ പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴി ഈ സേവനം ലഭ്യമാണെങ്കിലും ജൂലൈ 1 മുതലാണ് ഔദ്യോഗികമായി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്ക് ഉപഭോക്താക്കളിൽ നിന്നും കക്ഷികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് റിപ്പോർട്ട്. ഔദ്യോഗിക ചാനലുകളിലൂടെ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം നൽകുന്ന സേവനത്തിൽ തൊഴിലുടമക്ക് നിരവധി നേട്ടങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗാർഹിക തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയത് സ്ഥിരീകരിക്കാൻ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. കരാറിന്റെ അവസാനത്തിലോ തൊഴിലാളിയുടെ യാത്രാവേളയിലോ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തൊഴിലുടമക്ക് ഇതുവഴി സാധിക്കുന്നു. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ തർക്കമുണ്ടായാൽ പദ്ധതി ഇരു കക്ഷികളെയും സംരക്ഷിക്കുകയും ചെയ്യും. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.